ഇത് കംപ്ലീറ്റ്ലി ഒരു കോൺസ്പിറസി തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ അടുത്ത് വളരെയധികം പോപ്പുലറായി പോയ ഒരു സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നതായിട്ടാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇതൊരു തിയറി മാത്രമായതുകൊണ്ട് തന്നെ ഇത് കേട്ടിരിക്കാൻ വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1992 പ്രസ്റ്റൺ നിക്കോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. മോണ്ടോക് പ്രൊജക്ട് എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ആ കാലഘട്ടത്തിൽ ഈ ഒരു സംഭവം വളരെയധികം വൈറലായി പോയ ഒരു പുസ്തകം കൂടിയായിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും സ്ട്രേഞ്ചർ തിങ്സ് എന്നുള്ള ഒരു സീരീസ് തന്നെ വന്നിരിക്കുന്നത്. അതായത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന ഒരു ടൈറ്റിലിന് മുമ്പ് മോണ്ടോക് എന്നായിരുന്നു ഈ സീരീസിനെ ആദ്യം വിളിച്ചിരുന്നത്. പിന്നീട് അത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് ആക്കി മാറ്റിയതാണ്. ഈ കഥ അനുസരിച്ച് ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, വേൾഡ് വാർ 2യുടെ സമയത്ത് US ഒരുപാട് തരത്തിലുള്ള എക്സ്പെരിമെന്റൽ ടെക്നോളജിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പലതരത്തിലുള്ള ടെക്നോളജികളെല്ലാം ഇവരിങ്ങനെ ഇൻവെന്റ് ചെയ്യും, അതിനെ പറ്റിയിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുകയും ചെയ്യും. ഇവർ ചെയ്തുകൊണ്ടിരുന്ന എക്സ്പെരിമെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എനിമി റേഡാറിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കണം. അതായത് നമ്മുടെ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്നോളജി അവരുടെ ആ ഒരു സ്പേസിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റരുത്. ആ ഒരു ടെക്നോളജി ആയിരുന്നു ശരിക്കും അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ അവർ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരുന്നു. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു കാര്യം റീകോൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിനു മുമ്പ് ഫിലഡൽഫിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ആ ഒരു എക്സ്പെരിമെന്റിലേക്കാണ് നമ്മുടെ കഥ പോകുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ കഥ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെന്റ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ, ഇവിടെ US ആർമിയുടെ വലിയൊരു കപ്പലുണ്ടായിരുന്നു. USS എൽഡ്രിഡ്ജ് എന്നാണ് ഈ ഒരു കപ്പലിന്റെ പേര്. അപ്പോൾ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ കപ്പലിന്റെ ചുറ്റുപാടും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ഈ ഒരു എക്സ്പെരിമെന്റ് അവിടെ കണ്ടക്ട് ചെയ്തപ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, വളരെയധികം ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഫോഗ് പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരുന്നു ആ കപ്പലിന് ചുറ്റും സംഭവിച്ചത്. അപ്പോൾ ഈ ഫോഗ് മാഞ്ഞു പോയപ്പോഴാവട്ടെ ആ കപ്പലും അവിടെ ഇല്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കപ്പല് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് മാഞ്ഞു പോയിട്ട് കുറച്ചധികം ദൂരത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഈ എക്സ്പെരിമെന്റിലൂടെ പറയുന്നത്. ഫിലഡൽഫിയ എക്സ്പെരിമെന്റിനെ പറ്റി ഒരു ഫുൾ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡീബങ്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കയറി കാണാന്നുള്ളൂ. ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ തന്നെ US ആർമിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് ഇത്ര അധികം സെൻസിറ്റീവ് ആയിട്ടുള്ളതും അതേ സമയത്ത് തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ആ എക്സ്പെരിമെന്റ് അവിടെ വെച്ച് നിർത്തണം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇവരെല്ലാവരും തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ എക്സ്പെരിമെന്റ് വളരെയധികം ടോപ്പ് സീക്രട്ട് ആയിട്ട് ഒരു ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു ബുക്കിലൂടെ പറയുന്നത്. അങ്ങനെ ക്യാമ്പ് ഹീറോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് വളരെയധികം രഹസ്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിനെയാണ് മോണ്ടോക് പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഫിലഡൽഫിയ എക്സ്പെരിമെന്റ് എന്താണോ അതിന്റെ ഒരു ടോപ്പ് സീക്രട്ട് വേർഷൻ ആണ് ശരിക്കും ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, ക്യാമ്പ് ഹീറോ എന്ന് പറയുന്ന സ്ഥലം ഒരു ഇമാജിനറി സ്ഥലമല്ല, പകരം ഇത് ശരിക്കുമുള്ള ഒരു സ്ഥലമാണ്. ഒരു കോസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത് വേൾഡ് വാർ സമയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ കടലാക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബേസ് ആയിട്ടാണ് ശരിക്കും അവരിതിനെ കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ക്യാമ്പ് ഹീറോയിൽ ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ബേസ് ഇല്ലേ, അത് ചുമ്മാ റേഡാർ ഡിറ്റക്ഷൻ ബേസ് മാത്രമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ ബേസിലായിക്കോട്ടെ ടോട്ടലി 12ഓളം റഡാർ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഈ ബേസ് ഒരു യുദ്ധകാലത്ത് ഉണ്ടാക്കിയ സംഭവം ആയതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിലെല്ലാം പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ 12 എണ്ണത്തിൽ ഈ 12 റഡാറിൽ ആകെ അവശേഷിക്കുന്നത് ഒരൊറ്റ റഡാർ മാത്രമാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് മോണ്ടോക് പ്രൊജക്ട് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നത് ആ ഒരു റഡാർ ബേസിന്റെ ഫോട്ടോ ആയിരിക്കും. അതായത് ആകെ അവശേഷിക്കുന്ന ആ ഒരു റഡാർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1950കളിൽ CIA ഒരു തരത്തിലുള്ള എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇത് ഒരു തരത്തിൽ ഇല്ലീഗൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ടോളറേറ്റ് ചെയ്യുന്നതിന് അപ്പുറമുള്ള ഒരു തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സിന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു മൈൻഡ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഹ്യൂമൻ ബ്രെയിനിനുള്ളിൽ കിടക്കുന്ന സൈക്കിക് എബിലിറ്റീസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക.
അപ്പോൾ ഇതെല്ലാം ചെയ്തിരുന്നത് പല രീതിയിലുള്ള മെഡിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് സംഭവിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷെ മോണ്ടോക് പ്രൊജക്ട് എന്ന് പറയുന്ന ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 1950 നടത്തിയിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെന്റിലെ മൈൻഡ് കൺട്രോളിങ് ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഇല്ലേ, അതിന്റെ ചെറിയ രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് ക്യാമ്പ് ഹീറോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് നടത്തിയിരുന്നത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ എക്സ്പെരിമെന്റ്സ് നടത്തിയിരിക്കുന്നത് ചെറിയ പിള്ളേരിലാണ്. അതായത് സ്ട്രേഞ്ചർ തിങ്സിന്റെ അകത്ത് നമുക്ക് എന്താണോ കാണാൻ കഴിയുന്നത് ഏകദേശം അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള കഥകളൊക്കെയാണ് ശരിക്കും ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഇത് വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. ഇത് കേട്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. അപ്പോ മോണ്ടോക് പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ വെച്ചാൽ നേരത്തെ പോലെ തന്നെ ചിൽഡ്രന്റെ അകത്തുള്ള പിള്ളേരുടെ അകത്തുള്ള ആ ഒരു സൈക്കിക് എബിലിറ്റീസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്യൂർലി സൈഫൈ ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കയറി വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വാദം എന്താ വെച്ചാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആള് ഈ പറയുന്ന പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഇവരെന്താണ് ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ ഇവരൊരു തരത്തിലുള്ള ഡിവൈസിനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെരിമെന്റ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പോലത്തെ ഒരു കസേര ഉണ്ടായിരുന്നു. ഈ കസേരയിലായിക്കോട്ടെ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസ് ഉള്ള പിള്ളേരെ പിടിച്ചിങ്ങനെ ഇരുത്തും. എന്നിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വിടും. അതായത് ഈ പിള്ളേരുടെ മനസ്സിൽ ബ്രെയിനിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യിപ്പിച്ചു വിടും. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള ആ ഒരു വേവിനെ ആംപ്ലിഫൈ ചെയ്യും. അതായത് അവരുടെ ബ്രെയിനിന്റെ അകത്ത് എടുക്കുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിനെയും ആ ഒരു സൈക്കിക് എബിലിറ്റീസിനെയും ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യും എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഈ എക്സ്പെരിമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യരുടെ മനസ്സിനെയും റിയാലിറ്റിനെയും അതിങ്ങനെ എഫക്ട് ചെയ്യും. അതായത് രണ്ടും ഒരേപോലെ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഇങ്ങനെ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ക്ലെയിംസ് അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കാം, ആ സംഭവങ്ങളൊക്കെ റിയാലിറ്റിയിൽ നമ്മൾ കാണുകയെ അതിങ്ങനെ ഉണ്ടായി വരുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പോർട്ടൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നതായിട്ട് ഇങ്ങനെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൂടെ ടൈം ട്രാവൽ എന്നുള്ള ഒരു മിസ്റ്ററി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ മയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ സ്ട്രേഞ്ചർ തിങ്സിന്റെ കഥയുമായിട്ട് ഏതാണ്ടൊക്കെ സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ട്രെയിൻഡ് സൈക്കിക് എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ഇവരെ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഒരു ഓൾട്ടർനേറ്റീവ് ഡയമെൻഷനിലേക്ക് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നു. ഈ ഓൾട്ടർനേറ്റീവ് ഡയമെൻഷനിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തി അറിയാണ്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് വേറൊരു ഡയമെൻഷനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിൽ കണ്ടുവന്ന ആ ഒരു അപ്സൈഡ് ഡൗൺ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമില്ലേ, ആ സ്ഥലം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു വ്യക്തി ചെന്ന് പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു റിയാലിറ്റിയിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രീച്ചേഴ്സിനെ കാണാൻ കഴിഞ്ഞു എന്നും കൂടിയാണ് ഈ വ്യക്തി പറയുന്നത്. അതായത് സ്ട്രേഞ്ചർ തിങ്സിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ട് പരിചിതമായിട്ടുള്ളത് അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരുപാട് പോർട്ടലൊക്കെ നമ്മുടെ അടുത്തൂടെ ഇങ്ങനെ റിയാലിറ്റിയിൽ ഓപ്പൺ അപ്പ് ആയി വരുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ഈ പോർട്ടലിലൂടെ ഈ പറയുന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ക്രീച്ചർ എല്ലാം നമ്മുടെ ഈ പ്രസന്റ് ലോകത്തിലേക്ക് വന്നതായിട്ടാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഇതൊരു സൈഫൈ മാത്രമാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. ഇത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു വിഷ്വൽ ആയതുകൊണ്ട് തന്നെ ആ എക്സ്പെരിമെന്റ് അവർ അവിടെ വെച്ച് നിർത്തിയതായിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, വേറൊരു ഡയമെൻഷനിൽ നിന്ന് നമ്മൾ ആ സീരീസിൽ കണ്ട പോലെ ഒരു സംഭവമൊക്കെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ആ ഒരു അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായത് എന്നാണ് ഇവരുടെ ഒരു ക്ലെയിമിലൂടെ പറയുന്നത്. എന്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു തിയറിയും കൂടിയാണത്. അങ്ങനെ 1983 ഈ ഒരു എക്സ്പെരിമെന്റ് പിന്നെ കണ്ടക്ട് ചെയ്യുന്നു. വീണ്ടും ഇതേപോലെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ഈ പ്രാവശ്യം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ വിചാരിച്ച പോലെ ഇവരുടെ കൺട്രോളിൽ കാര്യങ്ങൾ നിന്നില്ല.
അതായത് ഇത് പലതരത്തിലുള്ള ഡയമെൻഷനൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ഒരിടത്ത് നിന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ അത് ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ തൊട്ടടുത്ത വർഷം ക്യാമ്പ് ഹീറോ എന്ന് പറയുന്ന ഈ ഒരു ബേസിലെ അത് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്തു, ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അത്. ഞാൻ ഇത്ര നേരം പറഞ്ഞ ആ ഒരു സയൻസ് ഫിക്ഷൻ കഥയാണ് ശരിക്കും മോൺടോക്ക് പ്രൊജക്ടിന്റെ ഒരു ബേസ്, ഒരു അടിത്തറ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും സ്ട്രേഞ്ചർ തിങ്സ് ഇറക്കിയിരിക്കുന്നത്. പേഴ്സണലി ഞാൻ അങ്ങനെ സീരീസ് കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, കാരണം അത് ഒരുപാട് അധികം സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു സീരീസ് മാത്രമാണ്. അതെനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവത്തെ കണ്ടത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ സ്ട്രേഞ്ചർ തിങ്സിന്റെ ലേറ്റസ്റ്റ് സീരീസ് ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സംഭവം ഞങ്ങൾ വേറെ എവിടെയോ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായി. അതായത് ഈ ഒരു സംഭവത്തെ പറ്റി നമ്മൾ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫിലാഡൽഫിയ എക്സ്പെരിമെന്റുമായിട്ടും ഈ പറയുന്ന ഈ ഒരു പുസ്തകത്തിനെ പറ്റിയതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന ഒരു സംഭവം ഈ പുസ്തകത്തെ ഇൻസ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. ഇത് മനസ്സിലായ ഉടനെ തന്നെ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. ഇതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല, ഒരു ഫിസിക്കൽ എവിഡൻസ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമുക്ക് ആകെ അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന സ്ഥലം അത് ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഈ ഒരു റഡാർ സ്റ്റേഷൻ നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി എല്ലാ വീഡിയോയിലെയും പോലെ തന്നെ നമുക്ക് ഇതിനെ പയ്യെ ഒന്ന് ഡീബങ്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഈ പറയുന്ന പോലെ ഇവന്റ്സ് ഒക്കെ കറക്റ്റ് ഡേറ്റ് ഒക്കെ ആയിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഡീബങ്ക് ചെയ്ത് നോക്കാം. ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം നല്ല രീതിയിൽ ഡീബങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ആ എക്സ്പെരിമെന്റ് നടന്നു എന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഇവിടുത്തെ ഡീബങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാന വാദം എന്താ വെച്ചാൽ ഈ പറയുന്ന ആ മാഞ്ഞു പോയ ഒരു കപ്പലില്ലേ, ആ കപ്പല് ഈ പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതിന്റെ ഒരു ലോഗ്, ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇവിടെ ഇല്ലാത്തൊരു കപ്പൽ എങ്ങനെയാണ് ഇവിടെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ ആ ഒരു ക്ലെയിമിൽ നിന്ന് തന്നെ ഈ ലോകോത്തര ഫേമസ് ആയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റ് പൊട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ രണ്ടാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രസ്റ്റൺ നിക്കോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഓതർ. ഇവിടെ ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് എവിഡൻസോ തെളിവുകളോ ഒന്നുമില്ല. ചിലപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ മാത്രമായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ ഉപയോഗിച്ച് ഇറക്കിയ ഒരു സ്റ്റോറി ആയിരിക്കാം. പക്ഷെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഈ പറയുന്ന എക്സ്പെരിമെന്റ് നടത്തിയെടുത്ത സമയത്ത് അദ്ദേഹം അവിടെ വർക്ക് ചെയ്ത ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ക്ലെയിം അനുസരിച്ച് ഇദ്ദേഹം ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയെടുത്തിരിക്കുന്ന കാലഘട്ടമൊക്കെ ഇല്ലേ, ആ സമയത്ത് ഇവരുടെ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മെമ്മറി മുഴുവനും ഇറേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെ ഫ്രീ ആക്കിയെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ പറഞ്ഞ പുസ്തകം എഴുതുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇദ്ദേഹത്തിന് ആ ഒരു മെമ്മറി, അദ്ദേഹത്തിന് അന്നത്തെ ഓർമ്മകളൊക്കെ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുകയും അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിന് വേറെ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല, ഇദ്ദേഹം വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വേറെ കുഴപ്പം എന്താ വെച്ചാൽ മനുഷ്യരുടെ ആ ഒരു മെമ്മറി എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. അതിന് വേറെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു പറക്കുംതളിയനെ കണ്ടു എന്ന് വിചാരിക്കുക, അത് നിങ്ങൾ പറക്കുംതളിയനെ തന്നെയാണ് കണ്ടു എന്ന് എന്താ അത്ര ഉറപ്പ്? ആ ഒരു ചോദ്യമാണ് ശരിക്കും ശാസ്ത്രം ചോദിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. മനുഷ്യരുടെ മനസ്സെന്ന് പറയുന്നത് ഇല്യൂഷനോട് പ്രോണാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനെ വിളിച്ചിരുത്തി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ഇത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിലും ഇദ്ദേഹം അത് നടന്നതായിട്ടാണ് പറയുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അങ്ങനത്തെ ഒരു സംഭവം രജിസ്റ്റേർഡ് ആണ്. അപ്പോ അദ്ദേഹം അത് നടന്നതായിട്ടുള്ള രീതിയിലായിരിക്കും ബാക്കിയുള്ളവരുടെ ഇങ്ങനെ പറയുക. ഇങ്ങനത്തെ വളരെയധികം റെയർ ആയിട്ടുള്ള ഇവന്റുകളിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ
നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹം കണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി പറയും. കാരണം അത്ര അധികം കോൺസ്പിറസിയാണ് ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ പറയുന്നത്. അതിൽ ജസ്റ്റ് ഞാൻ തൊട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ഓൺലൈൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് ഓൺലൈനിൽ തന്നെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. സ്ട്രേഞ്ചർ തിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ഇത്ര നേരം പറഞ്ഞത് വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണെന്നുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ ഏകദേശം കിട്ടിക്കാണും. പക്ഷേ ഇവിടെ കോൺസ്പിറസി തിയറി അല്ലാത്ത ഒരു കാര്യം, ഒരു ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. 1950കളിൽ MK Ultra എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേര് ഞാൻ എടുത്ത് പറഞ്ഞില്ല. CIA പണ്ട് നടത്തി വന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള, ഒട്ടും എത്തിക്കൽ അല്ലാത്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. ഇതിപ്പോ എത്തിക്കൽ അല്ലാത്ത എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ആൾക്കാരിൽ പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഡിക്കേഷൻസിലൂടെ ആൾക്കാരുടെ ആ ഒരു സൈക്കോളജിക്കൽ എബിലിറ്റി, ഈ പറയുന്ന പോലെ മൈൻഡ് കൺട്രോളിംഗ് ഒക്കെയാണ് ചെയ്തിരുന്നത്. ഈ പറയുന്ന ആൾക്കാരുടെ, ഈ എക്സ്പെരിമെന്റ് ചെയ്തിരുന്ന ആളുകളുടെ കൺസേൺ ഇല്ലാണ്ടാണ്, അവരുടെ സമ്മതം ഇല്ലാണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. MK Ultra എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് ശരിക്കും നടന്ന ഒരു കാര്യം തന്നെയാണ്. അത് ലോകോത്തര ഫേമസ് ആയിട്ടുള്ള വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു. ഇത് ഇത്ര അധികം കോൺട്രവേഴ്ഷ്യലും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയും കൂടി വന്നു. ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഇവർ ഈ ഒരു എക്സ്പെരിമെന്റ് നിർത്താൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇവരെന്താണോ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് ഇവർക്ക് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് മൈൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും ഇവർക്ക് ആ കാലഘട്ടത്തിൽ നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതൊക്കെയോ ഒരു വീഡിയോയിൽ ഈ പറയുന്ന MK Ultraനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്ക് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് ഇപ്പം എൻ്റെ സമാധാനത്തിന് വേണ്ടി പറയുകയാണ്, ഇത് വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് ഇതൊരു കോൺസ്പിറസി തിയറി ആവുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ ഡീബങ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സയൻസ് ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രം മാത്രം സ്ട്രിക്ട്ലി സംസാരിക്കുന്ന ഒരു ചാനൽ എന്നൊന്നും അല്ലല്ലോ. ഇതേപോലുള്ള വളരെയധികം വിയേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കമന്റും കൂടി നിങ്ങളൊന്ന് മാക്സിമം അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.